സിത്താരെ സമീൻ പർ. ആമിർ ഖാൻ പ്രൊഡക്ഷൻസിൻ്റെ അടുത്ത മനോഹര ചിത്രം 2 ആഴ്ചകൾക്ക് മുൻപ് റിലീസ് ചെയ്തിരുന്നു. ഷോർട്ട് ടൈം ഒത്തുവന്ന് ഇപ്പോഴാണ് കാണുവാൻ കഴിഞ്ഞത്. മനോഹരമായ ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാകുന്നു സിത്താരെ സമീൻ പർ. ആമിർ ഖാൻ്റെ മുൻപ് വന്ന താരെ സമീൻ പറിനെ ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിലാണ് ചിത്രത്തിൻ്റെ പേരും പ്രൊമോ പരിപാടികളും ഒക്കെ വന്നിരിക്കുന്നത്. അന്നു ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു വലിയ സാമൂഹിക വിഷയം ഇവിടെയും രസകരമായി തന്നെ സിനിമ കൈകാര്യം ചെയ്യുന്നു. ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ വളരെ ഭംഗിയായാണ് സിത്താരെ സമീൻ പർ ഒരുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ആകർഷണീയമായി തോന്നിയത് എന്തെന്നാൽ ഈ ചിത്രത്തിലെ ഓട്ടിസം അല്ലെങ്കിൽ മെൻ്റൽ ഡിസബിലിറ്റി ബാധിച്ച കഥാപാത്രങ്ങളായി എത്തിയ ആർട്ടിസ്റ്റുകളുടെ പ്രകടനം തന്നെയായിരുന്നു. അവരെല്ലാവരും തന്നെ വളരെ റിയലായി ഒരു സിനിമയെന്ന് തോന്നാത്ത തരത്തിൽ വളരെ ഫണ്ണായി അഭിനയിച്ചു തകർത്തു എന്ന് തന്നെ പറയാം. അവരുടെ ഇടയിലെ സംഭാഷണങ്ങളും തമാശകളും അവരുടെ കാഴ്ചപ്പാടുകളും മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയും മറ്റു ഇമോഷൻസും ഒക്കെ തന്നെ കൃത്യമായി തന്നെ സിത്താരെ സമീൻ പറിൽ സംവിധായകനും കൂട്ടരും അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ കഥ ട്രെയിലറിലും പോസ്റ്ററിലും ഒക്കെ കണ്ട പോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ബേസ്ഡ് ആണ്. മെൻ്റലി ഡിസേബിൾഡായ കുറച്ചുപേരെ ബാസ്ക്കറ്റ് ബോൾ പരിശീലിപ്പിക്കാൻ എത്തുന്ന കോച്ചായി ആമിർ ഖാൻ എത്തുന്നു. ഉയരം കുറഞ്ഞ ബാസ്ക്കറ്റ് ബോൾ കോച്ച് അല്ലെങ്കിൽ പ്ലെയർ എന്ന പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നായകനായ കോച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാനസിക വൈകല്യമുള്ള കുട്ടികളെ ബാസ്ക്കറ്റ് ബോൾ പരിശീലിപ്പിക്കുവാൻ വേണ്ടി കോടതി വിധിക്കപ്പെടുന്നു. താല്പര്യം തീരെ ഇല്ലാഞ്ഞിട്ടും അയാൾക്ക് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടതായി വരുന്നു. അയാൾക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കുവാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും പിന്നീട് സിത്താരെ ടീമിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം കോച്ച് അവരിൽ ഒരാളാവുകയും ബാസ്ക്കറ്റ് ബോൾ മത്സരങ്ങളിൽ മുന്നേറുകയും ചെയ്യുന്നു. നായകനായ കോച്ചിന് അവരോടുള്ള മനോഭാവങ്ങളും സമൂഹത്തിനോടുള്ള പല ചിന്താഗതികളും സിത്താരെ ടീമിനൊപ്പം ചേർന്നതിന് ശേഷം മാറ്റം വരുന്നു. ശരിക്കും ഈ കുട്ടികളുടെ കോച്ച് അല്ലായിരുന്നു താനെന്നും അവരായിരുന്നു തൻ്റെ കോച്ചെന്നും നായകൻ പറയുന്ന രംഗം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തോട് അടുത്തുനിന്നു. ആമിർ ഖാൻ അവരുടെ കൂടെ നിന്ന് അവരുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിലെ വളരെ വലിയ പ്രശ്നങ്ങളെന്ന് അയാൾ സ്വയം കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ കുട്ടികൾ കാരണം വളരെ സിമ്പിളായി പരിഹരിക്കപ്പെടുന്നു. ഇത്രയും കിടിലനായി ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് RS പ്രസന്നയാണ്. ചാമ്പ്യൻസ് എന്ന 2018 വന്ന സ്പാനിഷ് ചിത്രത്തിൻ്റെ റീമേക്ക് കൂടിയാകുന്നു ഈ പടം. കുറേ നാളുകൾക്ക് ശേഷം ജെനിലിയയെ സിനിമയിൽ കാണാൻ കഴിഞ്ഞു. ആമിർ ഖാൻ്റെ ഭാര്യാവേഷം ജെനിലിയ കൃത്യമായി ഇണങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്തു ഫലിപ്പിച്ചു. മലയാളിയായ ഗോപി കൃഷ്ണനും ചിത്രത്തിൽ വളരെ വലിയ ഒരു ക്യാരക്ടറിനെ ഭംഗിയായി തന്നെ ചെയ്തിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ആമിർ ഖാൻ്റെ ഒരു നല്ല സിനിമ കണ്ടു. അദ്ദേഹത്തിൻ്റെ കംബാക്ക് എന്ന് തീർത്തു പറയാവുന്ന ചിത്രമാകുന്നു സിത്താരെ സമീൻ പർ. ആമിർ ഖാൻ്റെ കാര്യത്തിലും സിനിമ സന്തോഷം തരുന്നു. ഇൻ ഷോർട്ട്, വളരെ കളർഫുൾ ആയി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പോർട്സ് ഡ്രാമ മൂഡിൽ എക്കാലത്തെയും ഒരു പ്രധാന വിഷയം ഫൺ മൂഡിൽ അവതരിപ്പിച്ചിരിക്കുന്ന സൂപ്പർ സിനിമയാകുന്നു സിത്താരെ സമീൻ പർ. നല്ല ഒരു തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു. ലവ്ഡ് ഇറ്റ്.